ഹായ്, ഞാൻ അദീബ്. ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ ഫോൺസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻബിൽഡായിട്ട് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ വൈഫൈയും ബ്ലൂടൂത്തും ഇൻബിൽഡായിട്ട് വരുന്നില്ല. ഇൻബിൽഡായിട്ട് വരുന്ന മദർ ബോർഡ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വൈഫൈ ബ്ലൂടൂത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ഡോങ്കിൾസ് ആണ്. ഒന്ന് വൈഫൈൻ്റെ ഡോങ്കിളും ഒന്ന് ബ്ലൂടൂത്തിൻ്റെ ഡോങ്കിളും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. TP Linkൻ്റെ രണ്ട് പ്രൊഡക്ട്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് TP Linkൻ്റെ പ്രൊമോഷനൊന്നുമല്ല, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ പല ടൈമിലായിട്ട് വാങ്ങിയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് ആണ് ഇത്. ആദ്യം തന്നെ നമുക്ക് TP Linkൻ്റെ ബ്ലൂടൂത്ത് ഡോങ്കിളിനെ കുറിച്ച് നോക്കാം. ഈ ഡോങ്കിള് ഞാൻ മേടിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. ഇതെന്നാൽ മേടിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ Mi 11 ലൈറ്റിൻ്റെ അൺബോക്സിങ് നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് MIയുടെ ട്രൂ വയർലെസ് ഇയർഫോൺ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ആ ഒരു വയർലെസ് ഇയർഫോൺ നമ്മുടെ ചാനലിൻ്റെ എഡിറ്റ് ചെയ്യുന്ന PC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡോങ്കിൾ വാങ്ങിയത്. പിന്നെ ഒരു കാര്യം കൂടെ, Mi 11 ലൈറ്റിൻ്റെയും ആ MIയുടെ ട്രൂ വയർലെസ് ഇയർഫോണിൻ്റെയും റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, പോയി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് വ്യൂസ് കിട്ടിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ MIയുടെ ആ ട്രൂ വയർലെസ് ഇയർഫോൺ കിട്ടുന്നവരെ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്തിരുന്നത് എൻ്റെ LGയുടെ മോണിറ്ററുള്ള ഇൻബിൽറ്റ് സ്പീക്കർ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ബ്ലൂടൂത്തിൻ്റെ ഇയർഫോൺ കിട്ടിയപ്പം ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടൊരു ബ്ലൂടൂത്ത് ഡോങ്കിൾ വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എല്ലാ ഓഫ്ലൈൻ സ്റ്റോറിലും ഞാൻ അന്വേഷിച്ചു. ഞാൻ ബേസിക്കലി നോക്കുകയാണെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടർ ആക്സസറീസ് ഓൺലൈനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യാറില്ല. ഫോൺസ് മാത്രമാണ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ചോദിച്ചു. ചില ഷോപ്പിലൊക്കെ ഇത് എന്താ സംഭവം പോലും അവർക്ക് അറിയില്ല. അത്രയും ദയനീയമായ അവസ്ഥയായിരുന്നു. ഹോൾസെയിൽ ഷോപ്പിൽ ഞാൻ ചോദിച്ചു, കമ്പ്യൂട്ടർ ആക്സസറീസ് വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പിലും ചോദിച്ചു, മൊബൈൽ ആക്സസറീസ് വിൽക്കുന്ന ഹോൾസെയിൽ ഷോപ്പിലും ചോദിച്ചു. അവിടെ ഒന്നുമില്ല. ചില ഹോൾസെയിൽ ഷോപ്പായിരിക്കും സെയിം അവസ്ഥയാണ്. എന്താണ് സംഭവം പോലും അറിയില്ല, അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തിരുന്ന സാധനം എന്താ വെച്ചാൽ നമ്മുടെ കാറിലുള്ള മ്യൂസിക് പ്ലെയറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്തിൻ്റെ ഒരു അഡാപ്റ്ററാണ് എടുത്തിരുന്നത്. പക്ഷേ അത് കമ്പ്യൂട്ടറിൽ കണക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടും ഈ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആമസോണിൽ ബ്ലൂടൂത്ത് ഡോങ്കിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ തന്നെ കിടന്ന സാധനമാണ് ഈ TP Linkൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പം മേടിച്ചതാണ് ഞാനിത്. ഞാൻ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ട്. ഇതുവരെ എനിക്ക് യാതൊരുവിധ കംപ്ലയിൻസും ഇല്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നതും വളരെ സിമ്പിളാണ്. ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. യാതൊരുവിധ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓവറോൾ ഈ ബ്ലൂടൂത്ത് ഡോങ്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. ഈ നിമിഷം വരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഡോങ്കിൾ വർക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ MIയുടെ വയർലെസ് ഇയർഫോണിനാണ് ചെറിയൊരു ഇഷ്യൂ ഉള്ളത്. ഇടയ്ക്ക് കണക്റ്റ് ആവും, ഇടയ്ക്ക് കണക്റ്റ് ആവില്ല. അത് സിസ്റ്റത്തിലല്ല, ഫോണിലും അതേപോലെ തന്നെയാണ്. എപ്പോഴെങ്കിലും കണക്റ്റായി വെയിറ്റ് ചെയ്തിരിക്കണം. ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇനി ഈ ബ്ലൂടൂത്ത് ഡോങ്കിളിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും ചെറിയൊരു അൺബോക്സിങ്ങും നമുക്ക് കാണാം. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോക്സൊക്കെ കളഞ്ഞു പോയിട്ടുണ്ട്. ഈ ഡോങ്കിളിൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റാളേഷൻ ഗൈഡും പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് ഡോങ്കിളും മാത്രമാണ് വരുന്നത്. ഈ ഒരു ഡിവൈസ് നോക്കുകയാണെങ്കിൽ വിൻഡോസിൽ മാത്രമാണ് സപ്പോർട്ട് ആവുന്നത്. വിൻഡോസ് XP 7 ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ നിങ്ങൾ ഈ ബ്ലൂടൂത്ത് ഡോങ്കിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈവേഴ്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ഡോങ്കിളിൻ്റെ ഡ്രൈവർ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ TP Linkൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം ഇതിൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വിൻഡോസിൽ മാത്രമാണ് സപ്പോർട്ട് ആവുന്നത്. നിങ്ങളുടെ മാക് OSലോ ലിനക്സിലോ സ്മാർട്ട് TVയിലോ ഒന്നും തന്നെ ഇത് കണക്റ്റ് ആവില്ല. പിന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഡോങ്കിൾ വഴി നമുക്ക് നമ്മുടെ വയർലെസ് ഇയർഫോൺസ് കണക്ട് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്തിൻ്റെ ഗെയിം കൺട്രോൾസ് കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോൺസ്
പിന്നെ കീബോർഡ് ആൻഡ് മൗസ് ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 1 ഇയർ വാറൻറ്റിയാണ് ഈ ബ്ലൂടൂത്ത് ഡോങ്കിളിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 400 രൂപ മുതൽ 500 രൂപയാണ് വരുന്നത്. ഇടയ്ക്കിടെ ആമസോണിൽ പ്രൈസ് ഡിഫറൻസ് വരാറുണ്ട്. എങ്ങനെ നോക്കുകയാണെങ്കിലും 400ൻ്റെ 500ൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു ഡോങ്കിൾ ബ്ലൂടൂത്ത് 4ലാണ് വർക്ക് ആവുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് 5 വേർഷനും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 500ൻ്റെയും 600 രൂപയുടെ ഇടയിലായിട്ടാണ് വരുന്നത്. ബ്ലൂടൂത്ത് 4നെ അപേക്ഷിച്ച് 5ലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റേഞ്ചും ഫാസ്റ്റും നമുക്ക് ബ്ലൂടൂത്ത് 5ൽ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ബ്ലൂടൂത്ത് 4 അല്ലെങ്കിൽ 5 ഏത് വേർഷനാണോ വാങ്ങുന്നത് അതിൻ്റെ പ്രീവിയസ് വേർഷൻസും ആ ഒരു ബ്ലൂടൂത്ത് ഡോങ്കിൾ സപ്പോർട്ട് ആവുന്നതാണ്. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് 5 വേർഷനുള്ള ഡോങ്കിളാണ് വാങ്ങുന്നതെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 4ലുള്ളതും 3, 2, 1 എല്ലാ വേർഷനിലുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകളും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5ൽ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് TP ലിങ്കിൻ്റെ വൈഫൈ ഡോങ്കിളിനെ കുറിച്ച് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റീസെൻ്റായിട്ടാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോക്സ് കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ആദ്യം നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈവർ CD-യും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ CD ഡ്രൈവ് ഇല്ലയെന്നുണ്ടെങ്കിൽ TP ലിങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വൈഫൈ ഡോങ്കിൾ നിങ്ങൾക്ക് വിൻഡോസിലും മാക് OSലും ലിനക്സിലും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വൈഫൈ ഡോങ്കിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. 150 Mbps ആണ് ഇതിൻ്റെ വയർലെസ് സ്പീഡ് വരുന്നത്. 3 വർഷത്തെ വാറൻറ്റിയാണ് ഈ ഒരു വൈഫൈ ഡോങ്കിളിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 500 രൂപയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ഡോങ്കിളിൻ്റെ പ്രൈസ് വരുന്നത്. 2.4 GHz വൈഫൈ ഡോങ്കിളാണ് ഇത്. 5 GHz വൈഫൈ ഡോങ്കിളും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 899 രൂപയാണ് ആമസോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.